ലജ്ജയിൽ നിന്നും വിടുവിച്ചെന്നെ പുതുജീവൻ എന്നിൽ പകർന്നു. യേശുവിൻ്റെ ഷാർപ്പ് വേർഡ്സാണ് നമ്മളിന്ന് ഗോസ്പലിലൂടെ കാണുന്നത്. യേശുവിൻ്റെ മിനിസ്ട്രി ഗലീലിലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഗലീലിൽ നിന്ന് യേശു ജെറുസലേമിലേക്ക് പോകാൻ പോവുകയാണ്. ഒത്തിരി മിനിസ്ട്രി ഗലീലയിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊന്നും കണ്ടില്ല. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, ഒത്തിരി ഉപമകൾ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എല്ലാം ചെയ്തിട്ടും അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടായില്ല. മാനസാന്തരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ യേശുവിനെ മൈൻഡ് ചെയ്തില്ല. അത് യേശുവിനെ സഹിച്ചില്ല. ഇത്രത്തോളം യേശുവിൻ്റെ വാക്കുകളെ ഗൗനിക്കാതെ പോയ മനുഷ്യർ ഒരു മാനസാന്തരവും സംഭവിക്കാത്തതിൻ്റെ പേരിൽ യേശു എന്ന് ചില കാര്യങ്ങൾ ആ നാടിനോട് പറയും. അങ്ങനെ 3 ഇടങ്ങളെ യേശു നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നതാണ് നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് കാണുന്നത്. 1 കൊറാസിൻ, 2 ബെത്സയിദ, 3 കഫർനാം. ഈ ബെത്സയിദയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ബെത്സയിദ പത്രോസ് അപ്പോസ്തലൻ ജനിച്ചു വളർന്ന ഇടമെന്ന് ചിന്തിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ആ നാടിനൊരു വിശേഷണമുണ്ട്. ഇനി കൊറാസിനും കഫർനാമൊക്കെ അത് യഹൂദരുടെ ഇടമാണ്. വളരെയധികം ട്രഡീഷണൽ ഫെയ്ത്തൊക്കെ കീപ്പ് ചെയ്യുന്നവരുടെ ഇടമാണ്. പക്ഷേ യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇവരാരും മാനസാന്തരപ്പെട്ടില്ല. പക്ഷെ മറ്റു ചില ഇടങ്ങളുണ്ട്. അത് ടൈർ സീദോൻ ഇടങ്ങളാണ്. അതൊക്കെ വിജാതിയുടെ ഇടമാണ്. ഈ ഇടങ്ങളിലൊക്കെ പണ്ട് മാനസാന്തരപ്പെടാത്തതിനെ ഓർത്ത് പ്രവാചകന്മാർ ശപിച്ചിട്ടുണ്ട്. ഒത്തിരി ശാപവാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് പ്രവാചകന്മാരാണ് വന്ന് ടൈർ സീദോനിലൊക്കെ സംസാരിച്ചത്. ഇന്ന് മനുഷ്യപുത്രൻ നേരിട്ട് വന്നിട്ടാണ് കൊറാസിനിലും ബെത്സയിദയിലും കഫർനാമിലും സംസാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഒരു കമ്പാരിസൺ യേശുവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് നടത്തിയ അത്ഭുതം ടൈറിലും സീദോനിലും നടത്തിയിരുന്നെങ്കിൽ അവരെന്നേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഈ മനുഷ്യപുത്രനെ പോലും നിങ്ങൾ അവഗണിച്ചില്ലേ. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനെ ഓർത്താണ് യേശു ഇതൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? എവിടെയാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നത്? യേശുവിൻ്റെ കാര്യത്തിൽ യേശുവിന് എല്ലായ്പ്പോഴും ഉള്ളൊരു സങ്കടം ഇത് തന്നെയാണ്. മനുഷ്യപുത്രൻ വിലമതിപ്പോടെ വന്നിട്ടും മനുഷ്യർ അവനെ തിരിച്ചറിയാതെ പോയി. അത് വലിയൊരു കണ്ണീരാണ്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. വിശ്വാസത്തിന് ഒത്തിരി സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടും നമ്മൾ അത്ര വിലയൊന്നും കൊടുക്കുന്നില്ല. ഓടിയെത്താവുന്ന ദൂരത്തിൽ ദേവാലയം ഉണ്ടായിരിക്കുമ്പോഴും അടുത്ത് കയറാവുന്ന തരത്തിൽ ദൈവം ഉണ്ടായിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? അതൊക്കെ വലിയ ദുരന്തത്തിൻ്റെ കാരണങ്ങളായി മാറും. അതാണ് ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരും, എവിടേക്കാണോ ദൈവത്തെ തിരസ്കരിക്കുന്നത് അതൊക്കെ വലിയ കണ്ണീരിൻ്റെ കാരണമായി മാറും. നമ്മളൊക്കെ ചിന്തിക്കണം, ഇനിയും അനുഭവിക്കേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത പാപങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഒരു ഹാബിച്വൽ സിന്നായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത് ഇതൊന്നും ഒരു തെറ്റല്ല എന്നൊരു തോന്നലുള്ളിലുണ്ടാകും. എന്നാൽ തെറ്റല്ല എന്ന് തോന്നുന്നിടത്ത് ദൈവത്തിൻ്റെ ചില ഇടപെടലുണ്ട്. ആ ഇടപെടൽ അനുദപിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇനിയും അനുദപിച്ചില്ലെങ്കിൽ എത്ര നാൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും? അക്കമിട്ട് പേരുകൾ പറഞ്ഞ് 3 ഇടങ്ങളെ ക്രിസ്തു നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുമ്പോൾ ഒരു നാടിനെപ്പോലും പറഞ്ഞ വാക്ക് നമ്മളുടെ പേര് പറയാൻ താമസമുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, എൻ സങ്കേതം നീ മാത്രമാണെൻ സഹായം. കഷ്ടങ്ങളിൽ ആശ്വാസമായി നിന്മാർവതാണെന്ന ഭയം. നീ എത്ര കരുണാമയൻ, ഒരു നാളും മാറാത്തവൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നാളും കൂടെയുള്ളവൻ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും.
സ്നേഹിച്ചെന്നെ പുതുജീവൻ എന്നിൽ പകർന്നു. എൻ പേരു ചൊല്ലി വിളിച്ചു എന്നെ തേജസ്സാൽ നന്നേ നിറച്ചു. നീ എത്ര കരുണാമയൻ, ഒരു നാളും മാറാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നാളും കൂടെയുള്ളവൻ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. മാനവും മഹത്വവുമേ സർവസ്വവും നിനക്കേ. നിന്നിഷ്ടം നിറവേറട്ടെ, നിൻ രാജ്യം വന്നിടട്ടെ. മാനവും മഹത്വവുമേ സർവസ്വവും നിനക്കേ. നിന്നിഷ്ടം നിറവേറട്ടെ, നിൻ രാജ്യം വന്നിടട്ടെ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. നീ എത്ര കരുണാമയൻ, എന്നാളും മാറാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നാളും കൂടെയുള്ളവൻ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും.